ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ പരാതി പ്രവാഹം. മധു ബാബു സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ചെന്ന് മുൻ സൈനികൻ ആരോപിച്ചു. രാഷ്ട്രീയ നേതാക്കളും സിനിമാ നിർമ്മാതാവും ഉൾപ്പെടെ മധു ബാബുവിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പുച്ഛത്തോടെയാണ് മധു ബാബുവിന്റെ പ്രതികരണം. കസേരയിൽ നിന്ന് ചാടി എഴുന്നിട്ട് അപ്പം തന്നെ എൻ്റെ 2 കോളറിലും കുത്തിപ്പിടിച്ച്, എന്താണ് പൈസ കൊടുക്കാത്തതെന്നും പിടിച്ചിട്ട് എന്നെ ഏകദേശം ഒരു 2 കോളറിലും കൂടി പിരിച്ച് വലിച്ചൊരു 50 മീറ്ററോളം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന ഡ്യൂട്ടിയിൽ നിന്ന പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ബലമായിട്ട് കുനിച്ചു നിർത്തി എൻ്റെ മുട്ടുകൈക്ക് ഇടിക്കുകയും ഒക്കെയാണ് ചെയ്തത്. 2006 ജനുവരിയിൽ ചേർത്തല SI ആയിരിക്കെയാണ് സൈനികനായ സുബൈറിനെ മധു ബാബു ക്രൂരമായി മർദ്ദിച്ചത്. കുടുംബത്തിനു മുന്നിൽ വെച്ച് നടത്തിയ മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ സുബൈർ 3 ദിവസം ചികിത്സയിൽ കഴിഞ്ഞു. നിയമ പോരാട്ടത്തിനൊടുവിൽ മധു ബാബുവിനെ കോടതി ശിക്ഷിച്ചു. എന്നിട്ടും വകുപ്പുതല നടപടിയുണ്ടായില്ല. മധു ബാബുവിൽ നിന്നുള്ള ദുരനുഭവം തുറന്നു പറഞ്ഞ സിനിമാ നിർമ്മാതാവ് ഷീല കുര്യനും രംഗത്തെത്തി. ഇയാൾ വളരെ അപമര്യാദയായിട്ടാണ് എന്നോടന്ന് സംസാരിച്ചതും പെരുമാറിയതും. എന്നിട്ട് അവർ ഈ പ്രതിയായി ആരോപിക്കപ്പെട്ടെന്ന് ആ നൗഷാദിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് അവർക്ക് അനുകൂലമായി അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് അനുകൂലമായി എൻ്റെ മുന്നിൽ വെച്ച് റിപ്പോർട്ട് എഴുതുകയാണ്. മധു ബാബുവിനെതിരെ കൊല്ലം പത്തനാപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അംജിദ് ഖാനും രംഗത്തെത്തി. മധു ബാബു പോലീസിലെ 1ാം നമ്പർ ക്രിമിനലാണെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. പത്തനംതിട്ടയിലെ കസ്റ്റഡി മർദ്ദനത്തിൽ മുൻ DGP സെൻകുമാറാണ് കേസ് അട്ടിമറിച്ചതെന്ന് മുൻ SFI നേതാവ് ജയകൃഷ്ണൻ ആരോപിച്ചു. എന്നാൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പുച്ഛിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട മധു ബാബു പരാതി പ്രളയത്തിലും ആത്മവിശ്വാസത്തിലാണ്. ഇതിനിടെ വർഷങ്ങൾക്ക് മുൻപ് പിതാവ് പോലീസിൽ നിന്ന് നേരിട്ട ദുരനുഭവം തുറന്നു പറയുകയാണ് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ. പിതാവിന്റെ അകാല മരണത്തിന് ഇടയാക്കിയത് പോലീസ് ലാത്തിചാർജാണെന്ന് വിജയ് ഇന്ദുചൂടൻ 24നോട് പറഞ്ഞു. 2001 അച്ഛൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് അടൂരുണ്ടാകുന്ന ഒരു വലിയ ലാത്തിചാർജിൽ അന്ന് ASP മനോജ് അബ്രഹാം നേതൃത്വം കൊടുത്ത ഒരു പോലീസ് മർദ്ദനത്തിൽ അച്ഛന് ഭീകരമായി പരിക്കേൽക്കുകയും നട്ടെല്ലും അതുപോലെ തന്നെ തലയ്ക്കും പെടലിക്കും ക്ഷതമേൽക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റാഫി കരീം, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.